ചോദ്യം ഇതാണ്: ആരോപണങ്ങൾ വെച്ച് കീഴടങ്ങിയോ PV അൻവർ? അതിഥികളായി നമുക്കൊപ്പം ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ജസ്റ്റിസ് B കമാൽ പാഷ എന്നിവർ. ആദ്യം ഞാൻ ജസ്റ്റിസ് B കമാൽ പാഷയിലേക്ക് പോകുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് B കമാൽ പാഷ. ശ്രീ കമാൽ പാഷ, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ സംഭവ വികാസങ്ങളാണോ? ഇടതുമുന്നണിയിൽ തന്നെയുള്ള ഒരു ഇടത് സഹയാത്രികനായ MLA ഭരണപക്ഷത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ നോക്കൂ: ഫോൺ ടാപ്പിംഗ്, കൊലപാതകം ചെയ്തിരിക്കുന്നത് ADGPയുടെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP, സൂപ്പർ DGP എന്ന് വിളിപ്പേരുള്ള MR അജിത് കുമാർ. കൊലപാതകം, സ്വർണ്ണക്കടത്ത്, ഫോൺ ടാപ്പിംഗ്, രാജ്യദ്രോഹ പ്രവർത്തനം അടക്കം ഒരു ക്രിമിനൽ നെക്സസായി, ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുകയാണ് ആഭ്യന്തര വകുപ്പിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും എന്ന ഈ ആരോപണം എത്രമേൽ ഗൗരവമുള്ളതാണ്? അതും ഭരണപക്ഷത്തുള്ള MLAയുടെ ഈ ആരോപണം എന്താണ്? ഈ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോഴും ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതലയുമായി അതേ പദവിയിൽ ഇരിക്കാൻ കാരണം അത് നിയമപരമായും ധാർമ്മികമായും ശരിയാണോ? ADGPക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ ആ ADGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട 2 ഉദ്യോഗസ്ഥർ ആ അന്വേഷണത്തിൻ്റെ സമിതിയിൽ വരുന്നത് നിയമപരമായി ശരിയാണോ? എന്താണ് ശ്രീ കമാൽ പാഷ അങ്ങേക്ക് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു വെറും പ്രഹസനം മാത്രമാണ്. അന്വേഷണമൊന്നും നടക്കുന്നില്ല, അന്വേഷണം നടക്കാനും പോകുന്നില്ല. പിന്നെ ഇത് അന്വേഷിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ അലിഗേഷൻസ് നമ്മളൊന്ന് നോക്കിയാൽ മതി. അതായത് ADGPക്കെതിരെയുള്ള അലിഗേഷൻസ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്നു, കൊലപാതകം എന്ന് പറയുന്നു, കൊലപാതക ശ്രമം എന്ന് പറയുന്നു, കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ അതിനൊന്നും എവിഡൻഷ്യറി വാല്യുള്ള ഒരു തെളിവും ശ്രീ അൻവറിൻ്റെ കയ്യിലില്ല. നേരെ മറിച്ച് വേറൊരു കാര്യം പറഞ്ഞത്, അഡീഷണലായിട്ട് പറഞ്ഞേക്കുന്നത് ADGP ഒരു 10 സെന്റ് സ്ഥലം അവിടെ ജവഹർ നഗറിനടുത്ത് വാങ്ങി അതിൽ ഒരു വലിയ കെട്ടിടം പണിയുന്നു, ഏതാണ്ട് 6000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം പണിയുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കൂടാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് സ്ഥലം വാങ്ങിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ഥലം വാങ്ങാം, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഒന്ന് വാങ്ങണം എന്നുള്ളതേ ഉള്ളൂ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇൻകം ഉള്ള സോഴ്സിൽ നിന്നുള്ള പണമായിരിക്കണം. പിന്നെ അതിനകത്ത് വീട് വെക്കുന്നതിനും ഒന്നും പറയാൻ പറ്റത്തില്ല, വീടും അദ്ദേഹത്തിന് വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നോൺ സോഴ്സസ് ഓഫ് ഇൻകത്തിൻ്റെ ഡിസ്പ്രോപ്പറേഷനായിട്ടുള്ള അസറ്റ്സ് വന്നാൽ മാത്രമേ അത് പ്രശ്നം വരുന്നുള്ളൂ. നമ്മുടെ സെക്ഷൻ PC ആക്ടിൻ്റെ സെക്ഷൻ 13 അനുസരിച്ചുള്ള ഒഫൻസ് വരും. അങ്ങനെ വരുമ്പോൾ അത് ഇങ്ങനെ ഇത് അൻവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് ഒന്നുകിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം വിജിലൻസ് കോടതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിജിലൻസിൻ്റെ എൻക്വയറി ഗവൺമെൻറ് ഓർഡർ ചെയ്യണം. ഈ രീതിയിൽ മാത്രമേ അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്ന കേട്ടുകേൾവിയാണ് ഈ പറയുന്നതൊക്കെ. അതായത് അത് വെറും ഹിയർസേ എവിഡൻസ് ആണ് അതിനകത്തുള്ളത്. പക്ഷേ അതൊന്നും അല്ല ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളിൽ ഇപ്പം പൊട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാതിരി നോക്കിയിരുന്നു. പക്ഷേ അവസാനം പവനായി ശവമായി എന്നുള്ളതാണ് നമ്മളിന്ന് കണ്ടത്. ഇവിടെ വന്ന അൻവർ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ, ഇവിടെ വന്ന അൻവറെ അല്ല, ഇന്നലെയും മെനഞ്ഞാന്നും കണ്ട അൻവറെ അല്ല നമ്മളിത് കഴിഞ്ഞു പോയപ്പോൾ കാണുന്നത്. ഒന്നുകിൽ അൻവറിൻ്റെ ആവശ്യങ്ങളൊക്കെ നടന്നു കാണും, അല്ലെന്നുണ്ടെങ്കിൽ അൻവറിനെ വിരട്ടി കാണും. ഇതായിരിക്കും എന്തോ ഇന്ന് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ആ രീതിയിൽ അങ്ങ് ഒതുങ്ങിപ്പോയി. കാരണം നേരെ ഒരു റോക്കറ്റ് മേളിലോട്ട് കത്തിച്ചു വിട്ടു. നമ്മൾ വിചാരിച്ചു ഇപ്പോൾ അതങ്ങ് ചന്ദ്രൻ ചെല്ലുമെന്ന്. പക്ഷേ അതൊരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് കത്തി നേരെ താഴോട്ട് വീഴുന്ന എഫക്റ്റാണ് ഇതിനുണ്ടായത്. പക്ഷേ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ച പ്രതീക്ഷ ഇങ്ങനല്ല. വളരെ ക്ലാസിക്കായിട്ടാണ്, നാടകീയമായിട്ടാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നത്. അത് വളരെ രസകരമായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് സമ്മതിച്ചേ വെക്കുള്ളൂ. അൻവറിനെ അത് സമ്മതിക്കണം. കാരണം ഈ സമയത്ത് അതങ്ങനെ കൊണ്ടുവന്ന ആദ്യം നേരെ പോയത് നമ്മുടെ ശശിധരൻ, അവിടുത്തെ SP-യുടെ മേളിലുള്ള അലിഗേഷൻ കുതിര കയറിക്കൊണ്ടാണ് മീറ്റിംഗിൽ വെച്ച് പരസ്യമായിട്ട് ആക്ഷേപിച്ചു. അത് മനഃപൂർവ്വം അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ ചെയ്തതാണ്. കാരണം ഇത് ജനശ്രദ്ധയെ കൊണ്ടുവരാൻ ഒരു അലിഗേഷൻ നേരെ അങ്ങ് പറയല്ല, അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചിട്ട് പിറ്റേന്ന് അവിടെ കുറ്റി പരിശോധിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ കയറ്റി വിട്ടില്ല. അത് പ്രതീക്ഷയുണ്ട്, അത് അറിയാം കയറ്റത്തില്ലെന്ന്, അതിനുവേണ്ടി ചെയ്തതാണ്. അതിനുശേഷം അവിടെ കുത്തിയിരിപ്പ് സമരം അങ്ങ് നടത്തി. ജനശ്രദ്ധ മുഴുവൻ അതിലേക്ക് ആകർഷിക്കാൻ ഉണ്ടായി, എല്ലാം ശരിയാക്കി.
പിന്നെ പല പ്ലക്കാർഡുകളും ഒക്കെ എഴുതി വെച്ച് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഈ അലിഗേഷൻസ് അൾട്ടിമേറ്റ്ലി നേരെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് വേറെ ആർക്കിടയൊക്കെ അല്ല, ശശിയുടെ നേരെ, പി ശശിയുടെ നേരെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിൽ ഒരു കളിപ്പാവയാണ് ADGP എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ വിരൽ ചൂണ്ടുന്ന ആരിലാണ്? അതായത് യഥാർത്ഥ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും അവിടെ സത്യത്തിലുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ ADGP മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. പി ശശി എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിക്കും. അത് മാറ്റാൻ പി സി സിയെ മാറ്റാൻ കഴിയില്ലല്ലോ ശ്രീ കമാൽ പാഷ. പാർട്ടി തീരുമാനിച്ച് സംസ്ഥാന സമിതി അംഗീകരിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു MLA യുടെ ആരോപണത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി എടുത്തൊരു തീരുമാനമൊന്നും മാറ്റാൻ കഴിയില്ല. അത് സംഘടനാപരമായി തന്നെ കഴിയില്ല. എന്റെ ചോദ്യം, അങ്ങ് നേരത്തെ പറഞ്ഞൊരു കവടിയാറിലെ വീടിന്റെ കാര്യമുണ്ടല്ലോ, അത് ഞങ്ങൾ പരിശോധിച്ചതാണ് കേട്ടോ. അത് 2004 ഈ ADGP വാങ്ങുന്നത്. അതിനാകെ ചിലവായിരിക്കുന്നത് 1.25 കോടി രൂപയാണ്. അത് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് അമ്മായി അച്ഛൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വീട് വെക്കാൻ 1.5 കോടി ലോണും എടുത്തിട്ടുണ്ട്. അത് സർക്കാരിനെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കവടിയാറിലെ വിഷയം നിൽക്കില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങ് പറയുന്നത് പോലെ എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ്. അതിൻ്റെ പുറത്ത് ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ADGPയെ മാറ്റുക അസാധ്യമല്ലേ? ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തിരിച്ചങ്ങോട്ട് ധരിപ്പിച്ചതിന് ശേഷം മടങ്ങി വന്ന PV അൻവറിനെ ആയിരിക്കുമോ നമ്മൾ കണ്ടിട്ടുണ്ടാവുക? നേരത്തെ മറിച്ച് അതായിരിക്കാം എനിക്കും തോന്നുന്നത്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ ബാക്കിയൊക്കെ ഹിയർസയാണ്, ഒരേ എവിഡൻഷ്യറി വാല്യൂ ഉള്ള കാര്യമല്ല, കേൾവിയുടെ പുറത്തുള്ള കാര്യമാണ്, പറഞ്ഞു കേട്ടതാണ്. അതിനൊന്നും തെളിവൊന്നുമില്ല. അതിനൊക്കെ വേണമെങ്കിൽ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇപ്പം നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഒരു അന്വേഷണം അല്ല, അതൊരു പ്രഹസനമാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് അദ്ദേഹത്തിനെ അന്വേഷിക്കാൻ പറഞ്ഞാൽ, റിപ്പോർട്ടിംഗ് ഓഫീസർക്കെതിരെ അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ ഉള്ളത്? ഇത് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒന്നുമല്ല. ഇത് ഒരു അടപ്പിടണം. കാരണം ഇങ്ങനൊരു ഭൂതത്തിനെ ഈ PV അൻവർ തുറന്നു വിട്ടു കുടത്തിൽ നിന്ന്. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പ്രശ്നമായി മാറി. അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ അതിനൊന്ന് അടപ്പിടണം. അതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഇപ്പം നമ്മൾ കണ്ട അന്വേഷണം. ഇന്നലെ ആദ്യം വളരെ പഞ്ച് ഡയലോഗൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി അടിക്കുന്നത് നമ്മൾ കേട്ടതാണ്. രാവിലെ കോട്ടയത്തുള്ള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എത്ര ഉന്നതരാണെങ്കിലും നടപടി ഉണ്ടാവും, മൂക്കണ്ടിച്ചളയും ഇതെല്ലാം പറഞ്ഞ് ഓക്കെ. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ. അതായത് അജിത് കുമാറിന്റെ പേര് പറയാതെ പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ മേളിലുള്ള ഉദ്യോഗസ്ഥൻ DGP റാങ്കിലുള്ള ആളിനെ കൊണ്ട് അന്വേഷിപ്പിക്കും, ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വിചാരിച്ചു ഇന്ന് തന്നെ ഇപ്പോൾ അഡീഷണൽ DGPയുടെ സ്ഥാനം തെറിക്കും. ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, ഇന്നലെ എഴുതി കാണിച്ചാണ്. സ്ഥാനം തെറിക്കുന്നു, പോയി, ഇപ്പോൾ പോട്ടോ. ഒന്നും നടന്നില്ല. രാത്രി ആയി കഴിഞ്ഞപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇന്ന് രാവിലെ ആയപ്പോഴും അത് തന്നെ മാത്രമല്ല ക്രമസമാധാനത്തിന് ചുമതല വഹിക്കുന്ന ADGP മുഖ്യമന്ത്രിയുമായി ഓൺലൈൻ യോഗത്തിലും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ ഈ അന്വേഷണം നടക്കുന്നത് എന്താണ്? ഈ അന്വേഷണം ശ്രീ കമാൽ പാഷ ഇല്ല, ഇതും ശശി തീരുമാനിച്ച ആളുകളാണ് അന്വേഷണ കമ്മിറ്റിയിലുള്ളത്, ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് മാത്രമല്ല എന്തിനെ സംബന്ധിച്ച ഇൻവെസ്റ്റിഗേഷൻ? അതെ, അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. താങ്ക് യു ശ്രീ കമാൽ പാഷ. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനെ കുറിച്ചാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, ഏത് രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, എന്ത് എവിഡൻഷ്യറി വാല്യൂ ആണുള്ളത് എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, എനിക്ക് മനസ്സിലായില്ലേ എന്തിനെ കുറിച്ചാണ് ഇൻവെസ്റ്റിഗേഷൻ? ഞാൻ പറഞ്ഞതുപോലെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ചാണെങ്കിൽ അതിന് PC ആക്ട് അനുസരിച്ച് കേസെടുക്കണം, എന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് വേണം. മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസിലുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ശ്രീ കമാൽ പാഷ. ADGP MR അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി എന്നാണ്. ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും, എന്നിട്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇതൊരു ജുഡീഷ്യലിലേക്ക് പോകുന്ന പ്രോസസ്സല്ല, സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ടാണിത് യഥാർത്ഥത്തിൽ. താങ്ക് യു ശ്രീ കമാൽ പാഷ നമുക്കൊപ്പം ചേർന്നതിന്.